ക്രിസ്മസ് പുതുവത്സരങ്ങൾക്ക് പ്ലാസ്റ്റിക്കിന് പകരം തടി ഉൽപ്പന്നങ്ങൾ സമ്മാനമായി കലാകാരന്മാർക്ക് സമ്മാനിച്ച് ബ്രിട്ടീഷ് എഴുത്തുകാരി ജോജോ സൈമൺസ്. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കൊന്നും ജോജോ. കർണാടക ചെണ്ണപ്പേട്ടയിലെ കരകൗശല ഉൽപ്പന്നങ്ങളാണ് സമ്മാനത്തിനായി തിരഞ്ഞെടുത്തത്. കൊല്ലം ആശ്രാമത്ത് 8 പോയിന്റ് ആർട്ട് കഫേ നമ്മുടെ ഷെൻലേയുടെയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ തടി കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ട്. അവിടെ വെച്ച് യാദർച്ഛികമായിട്ട് നമ്മുടെ ബിനാലെ ആർട്ടിസ്റ്റ് നമ്മുടെ ജയാനന്ദൻ സാർ, അനിൽ ജയാനന്ദൻ, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ജോജോ സൈമൺ ബ്രിട്ടീഷാണ്. അപ്പോൾ ഞങ്ങൾ കാണുകയുണ്ടായി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്നിലിവരുണ്ടാക്കിയ ഒരു കൗതുകം, ഇവിടെ ഈ മാഡം ഇതിലെ ഈ തടിയിലുള്ള തീർത്തിട്ടുള്ള ചെറിയ ടോയ്സൊക്കെ വാങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനാണെന്ന് വാങ്ങിയെന്നുള്ളത്. അപ്പോൾ അവർ പറയുന്നു ഇതാണ് ശരിക്കും ആളുകൾക്ക് പ്രസൻറ്റ് ചെയ്യേണ്ടുന്നത്, ഇതാണ് ഒരു കൗതുകം. ക്രിസ്മസിൻ്റെ ഒരു പുതുവർഷ സമ്മാനമായി ഹാപ്പി ന്യൂ ഇയർ 2026 വരികയാണ്, 2026. അപ്പോൾ അത് വരുമ്പോൾ ഇതാണ് കൊടുക്കേണ്ടതെന്ന് പറയാം. ഇതപ്പോൾ അവർ ഇതായി പ്രസൻറ്റ് ചെയ്യാൻ പോവുക. മാം, യു ക്യാൻ. Pleasure. And can I say something? Prakasham is a very playful artist. I think everybody can see there's a lot of flow, and wherever he visits in Kerala, he captures the playfulness of Indian daily life. And so it's something very traditional that he can play. Ma'am, I have a doubt. Why you present such things? Why this presentation? Because they're so beautiful. You can go to any mall anywhere and only buy plastic rubbish from made in China, and this is craftsmanship and elegant and beautiful and affordable and timeless. So you have a toy today as a gift, and in 10-15 years it will still be on your shelf or by your bedside, because the elegance, the refinement of these little art forms. So it feels more meaningful to come to a shop like this and to touch and to feel, and beautiful colors, beautiful pigments, non-toxic. You are a nature lover? No, but I wish to go and be a child again and have beautiful wooden toys. See, you are a nature lover. That's why you are in Kerala. Maybe. സാറിന് എങ്ങനെയാണ് ഈ മേഡത്തെ സ്റ്റോറി? ഞാൻ തിരുവണ്ണാമലയിൽ രമണ മഹർഷിയുടെ ആശ്രമത്തിൽ അടുത്ത് വെച്ചാണ് നമ്മൾ പരിചയപ്പെടുന്നതും കാണുന്നതും. പിന്നെ ഒരു 14 കൊല്ലമായിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ്. ജോ കൂടുതലും ആർട്ട് ഇഷ്ടപ്പെടുകയും പിന്നെ നമ്മുടെ പല കാര്യങ്ങളിലും കേരളത്തിൽ പ്രത്യേകിച്ച് പല കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്യും, ഹെൽപ്പ് ചെയ്യുക, ആർട്ടിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുക, അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഇൻവോൾവാണ്. ശരിക്കും ഈ ടോയ്സ് കർണാടകയിലെ ചെണ്ണപ്പേട്ട എന്ന് പറഞ്ഞ വില്ലേജിൽ, അവിടുത്തെ വില്ലേജിലെ ആളുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനൊരു വലിയ ട്രഡീഷനുണ്ട്. ടിപ്പുവിൻ്റെ കാലത്തെ ഹിസ്റ്ററി ആയിട്ട് ഇതിന് കണക്ഷനുണ്ട്. അന്നത്തെ കാലത്ത് അവിടെ കൊണ്ടുവന്ന് ആളുകളെ താമസിപ്പിച്ച് ഇത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇപ്പോഴും ആ ഗ്രാമത്തിൽ ഇത് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഗ്രാമത്തിൽ പോയിട്ട് അവിടുന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നതായത്. അപ്പോൾ അതിനെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനൊരു ഗിഫ്റ്റ് രീതിയിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം നോട്ട് ചെയ്യപ്പെടുന്നുണ്ടല്ലോ എന്നുള്ളതുണ്ട്. കാരണം ഇത് നമ്മൾ അവിടുന്ന് തന്നെ കൊണ്ടുവന്ന് ഈ പ്ലാസ്റ്റിക് ടോയ്സുകളെല്ലാം ഒഴിവാക്കിയിട്ട് ഈ വുഡൻ സാധനം തന്നെ വേണമെന്നുള്ളൊരു ഇഷ്ടത്തിൻ്റെ പുറത്താണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഇങ്ങനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ വളരെ സന്തോഷമുണ്ട്. Love your beautiful show and your beautiful colors and your beautiful capture of your Kerala. We all know this word. Good morning. Good morning. We love your toys. Thank you so much, ma'am. It's a good message from you. Happy New Year and Happy Christmas. Yeah. അപ്പോൾ നമുക്ക് പുതുവത്സരത്തിന് നല്ലൊരു സന്ദേശം കൂടിയാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, പക്ഷേ അവരൊരു പുതിയ സന്ദേശം അവകയായി മാറുകയാണ് ചെയ്തത്. ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.